നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മഞ്ഞുമൽ ബോയ്സ്. മികച്ച ചിത്രവും സംവിധായകനും ഉൾപ്പെടെ 11 പുരസ്കാരങ്ങൾ. മികച്ച നടൻ മമ്മൂട്ടി, നടി ഷംല ഹംസ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. ജനപ്രിയ ചിത്രം പ്രേമലു. KS ഹരിശങ്കർ മികച്ച ഗായകൻ, സെബാടോമി ഗായിക. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ നാളെ മുതൽ വീടുകളിലെത്തും. ഡിസംബർ 4 വരെ വിവരശേഖരണം. മറ്റന്നാൾ വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പ്രവാസികൾക്കും അവസരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് UDF. തലസ്ഥാനത്ത് ജനകീയ വിചാരണ യാത്ര. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഗൗരവകരമെന്നും കർശന നടപടി വേണമെന്നും സുപ്രീം കോടതി. രാജ്യത്ത് ഇതുവരെ 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന വിവരം ഞെട്ടിക്കുന്നതെന്നും കോടതി. കുവൈറ്റിൽ സ്വർണവും വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും കല്ലുകളുടെയും നേരിട്ട് പണമിടപാട് വഴിയുള്ള വിൽപ്പന നിരോധിച്ചു. വിൽപ്പന ഡിജിറ്റൽ പണമിടപാട് വഴി മാത്രമായി പരിമിതപ്പെടുത്തി. നടപടി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റേത്. ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ കലാശക്കൊട്ട്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിത്ഷായും ഖാർഗെയും പ്രിയങ്കയും അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചരണത്തിന്. വനിതാ ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. 51 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. ഫുട്ബോൾ ഇതിഹാസം മെസ്സി കേരളത്തിൽ വരുമെന്ന അവകാശവാദവുമായി വീണ്ടും കായികമന്ത്രി അബ്ദുറഹിമാൻ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസ സ്വന്തമാക്കി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഉൾപ്പെടെ 10 അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചത്. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ്, ആസിഫ് അലി, നടിമാരായ ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവരും കരസ്ഥമാക്കി. മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട മമ്മൂക്ക. ചിത്രം ഭ്രമയുഗം. മികച്ച നടനുള്ള പുരസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി സജി ചെറിയാൻ അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് മമ്മൂട്ടിയെ അർഹനാക്കിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസ സ്വന്തമാക്കി. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം കരസ്ഥമാക്കി. ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേമലു നേടി. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് സ്വന്തമാക്കി. മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റാപ്പർ വേടൻ സ്വന്തമാക്കി. മികച്ച പിന്നണി ഗായകനായി ഹരിശങ്കറിനെയും ഗായികയായി സെബാടോമിയെയും തെരഞ്ഞെടുത്തു. സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകൻ. അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ്, ആസിഫ് അലി, നടിമാരായ ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവരും നേടി. തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് അന്തിമ ജൂറിയുടെ പരിഗണനയിൽ വന്നത്. അമൃത ന്യൂസ്, തൃശൂർ. അവാർഡ് പ്രതീക്ഷിച്ച വേഷങ്ങൾ ചെയ്യുന്നത് എന്ന് മമ്മൂട്ടി. പുരസ്കാര നേട്ടത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതായും അദ്ദേഹം പ്രതികരിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചതിലെ സന്തോഷം ഷംല ഹംസയും പങ്കുവച്ചു. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ സിനിമയ്ക്ക് അവാർഡ് എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷനിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കാരണം IFFKക്ക് വന്നപ്പോഴും പിന്നെ സിനിമ റിലീസായപ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും കിട്ടിയത്. കാണികളുടെ ഇരുന്നാണെങ്കിലും അല്ലാതെയും നമുക്ക് നല്ല അഭിപ്രായങ്ങളാണ് വന്നത്. പ്രത്യേക പരാമർശം നേടിയതിലുള്ള സന്തോഷത്തിലാണ് ആസിഫ് അലിയും ജ്യോതിർമയും ദർശനയും. തന്നെയാണ്. അങ്ങനെ എന്താ എടുത്ത് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല. കാര്യം കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നിന്നത്. ഇതിങ്ങനെ 3 പ്രാവശ്യം പോസ്റ്റ്പോൺ ചെയ്തു.
അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റിൽ മമ്മൂക്കയുടെ കൂടെ പേര് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാര്യം ഞാൻ സന്തോഷം. എല്ലാം എനിക്കൊരു ബോണസായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറേ നാളിന് ശേഷം എനിക്കൊരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി. അതിൽ ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ബോണസ് തന്നെയാണ്. വെരി ഹാപ്പി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് പാരഡൈസ് പോലത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് ഐ എം റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയതിലുള്ള അഭിമാനത്തിലാണ് KS ഹരിശങ്കർ. അമൃത TV-യിൽ നിന്നും ആദ്യം ലഭിച്ച അവാർഡ് തനിക്ക് എന്നും പ്രചോദനമായിരുന്നുവെന്നും ഹരിശങ്കർ പറഞ്ഞു. എൻ്റെ അച്ഛനാണ് എൻ്റെ പാട്ടിൽ എനിക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അച്ഛനിപ്പോൾ എന്നോടൊപ്പം ഇല്ല. അച്ഛനാണ് എൻ്റെ എന്താ പറയുക ഓൾ ടൈം മൈ ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയാം. അതുപോലെ എൻ്റെ അമ്മൂമ്മ, പിന്നെ രാജാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേ പറ്റൂ. ഇപ്പം സൗണ്ട് മിക്സ് ചെയ്യുന്ന ചേട്ടനും എന്നെ ഒരുപാട് കൊച്ചിലെ പല വേദികളിലും പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിക്കുകയും ചെയ്യും. അതുപോലെ എൻ്റെ അമ്മ കമലാലക്ഷ്മി. വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുമെന്നും താൻ തൻ്റെ കലയുമായി മുന്നോട്ട് പോകുമെന്നും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് റാപ്പർ വേടൻ പ്രതികരിച്ചു. ഹാപ്പിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനെ തേടി വരുന്ന ഒരു സംസ്ഥാന അവാർഡാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. പിന്നെ നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഇനി മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അപകട നില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലാത്ത യുവതിക്ക് വെന്റിലേറ്റർ സഹായവും നൽകുന്നുണ്ട്. സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു. വാതുക്കൽ നിന്നും പെൺകുട്ടി മാറാത്തതിൻ്റെ ദേഷ്യത്തിലാണ് ചവിട്ടിയതെന്നാണ് മൊഴി. കഴിഞ്ഞ രാത്രി ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പാലോട് സ്വദേശിനി ശ്രീകുട്ടിയെയാണ് സഹയാത്രികൻ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്കിട്ടത്. വർക്കല അയന്തിക്ക് സമീപമായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന ഇയാൾ വാതിലിന് സമീപത്തു നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും മാറാത്തതിന്റെ ദേഷ്യത്തിൽ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുരേഷിനെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. തലയ്ക്കും വയറിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തലയ്ക്കുള്ളിലെ രക്തസ്രാവം തടയുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. വെന്റിലേറ്ററിന്റെ സഹായവും നൽകുന്നുണ്ട്. ശ്രീകുട്ടിയെ തള്ളിയിടുന്നത് കണ്ട് പകച്ചു നിന്ന തന്നെയും പുറത്തേക്ക് ചവിട്ടി തള്ളിയതായി പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന വ്യക്തമാക്കി. ഇയാൾ എവിടെ നിന്നാ കയറിയതെന്ന് അറിയത്തില്ല. ഇയാൾ കയറി വന്നപ്പോൾ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല, വേറെ ഒന്നും അറിയത്തില്ല. ഇയാൾ ശല്യപ്പെടുത്തുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്നിട്ട് ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ടാണ്. അവളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ടു. അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എൻ്റെ കൈ എൻ്റെ കാലിനെ പിടിച്ച് ഞാൻ എന്നെ പകുതി പുറത്തിട്ട അയാൾ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിളാണ് എന്നെ പിടിച്ച് മേലോട്ട് കയറ്റിയത്. ശ്രീകുട്ടിയുടെ ബന്ധുക്കളും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മൂമ്മയും അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ നാളെ മുതൽ വീടുകളിലെത്തും. ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം നടക്കുക. ഈ ഘട്ടത്തിൽ രേഖകളൊന്നും നൽകേണ്ടതില്ല. ഡിസംബർ 9 പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കുക. തദ്ദേശ തിരഞ്ഞെടുപ്പിന് സമാന്തരമായുള്ള പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലനിൽക്കെയാണ് കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത്. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് എന്യൂമറേഷൻ ഫോറം കൈമാറിയാണ് SIRന് തുടക്കമിട്ടത്. കേരളപ്പിറവി ദിനത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോറം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായ U രത്തൻഖേൽക്കർ തിരുവനന്തപുരം കുറ്റിച്ചലിലെ പൊടിയം ഉന്നതിയിൽ നിന്നാണ് സ്വീകരിച്ചത്. അരുവിക്കരയിലെ BLO ശരണ്യയുടെ നേതൃത്വത്തിൽ ഉന്നതിയിലെ ജയയാണ് സംസ്ഥാനത്താദ്യമായി എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ചു നൽകിയത്. 2025 ഒക്ടോബർ 7 പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BLO 2 എന്യൂമറേഷൻ
രജിസ്ട്രേഷൻ ഫോറം നൽകും. അതിൽ ഒരെണ്ണം പൂരിപ്പിച്ച് നൽകുകയും ഒരെണ്ണം കയ്യിൽ സൂക്ഷിക്കുകയും വേണം. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOമാർ സഹായിക്കും. കളർ ഫോട്ടോയുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം. BLOയ്ക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ ചുമതലപ്പെടുത്തുന്ന ബൂത്ത് ലെവൽ ഏജന്റ് വീടുകളിലെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള UDFന്റെ ജനകീയ വിചാരണ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ജാഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും കടക്ക് പുറത്തെന്ന് ആവർത്തിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ ജനങ്ങളും കടക്ക് പുറത്ത് എന്ന് പറയുന്ന കാലം വിദൂരമല്ല എന്ന് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ആദ്യമിറങ്ങിയത് UDF ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ജനകീയ വിചാരണ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. യാത്ര നവംബർ 12-ന് സമാപിക്കും. PM ശ്രീയിൽ AIYFന്റെയും AISFന്റെയും മുദ്രാവാക്യങ്ങൾ കേട്ടുതന്നെ തകർന്നിരിക്കുന്ന മന്ത്രി V ശിവൻകുട്ടിയോട് ശബരിനാഥനല്ല VD സതീശൻ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞതിൽ പ്രതികരിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇന്നലെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, ശബരിനാഥനല്ല VD സതീശൻ വന്ന് മത്സരിച്ചാലും UDF ജയിക്കൂല. ഞാൻ ആ പാവത്തിനോട് മറുപടി പറയില്ല. കാരണം ആ AIYFകാർ പറഞ്ഞ തെറി കേട്ടിട്ട് പുള്ളിയുടെ ബോധം പോയിരിക്കുകയാണ്. നഗരത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയ ജാഥ ക്യാപ്റ്റനായ K മുരളീധരൻ അയ്യപ്പന്റെ സ്വത്ത് കട്ടവർക്ക് ഇനിയും നഗരസഭയുടെ ഭരണമേൽപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണം കെട്ടവർ, അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാല പോലും സ്വർണം പൂശാൻ വേണ്ടി അടിച്ചു മാറ്റിയവർ, അവർക്ക് ഇനിയും കേരളത്തിന്റെയോ നഗരസഭയുടെയോ ഭരണമേൽപ്പിക്കാൻ പാടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ജനകീയ വിചാരണ യാത്രയിലൂടെ ഇടതു ഭരണത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്താനും ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നാണ് UDF കരുതുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ N വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം പ്രസിഡന്റായിരുന്ന N വാസുവിൻ്റെ PAയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീഷ് കുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കട്ടളയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. അതേസമയം SIT സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സംഭവത്തിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം N വാസുവിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടറിയില്ലെന്നും ബാക്കി സ്വർണം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് ചെയ്തതെന്നുമാണ് N വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ചോദ്യം ചെയ്യലിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് സൂചന. ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നായിരുന്നു അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം ശ്രീകോവിലിലെ കട്ടിളയിലെ സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. 10-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. കസ്റ്റഡിയിൽ വിടുന്നതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം വിൽപ്പന നടത്തിയ വകയിൽ 15 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയത് കൂടാതെ സ്പോൺസർമാരിൽ നിന്നും 70 ലക്ഷത്തോളം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയതായി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി. കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബീഹാറിനെ അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മോദി സംസ്ഥാനങ്ങളിൽ എത്തുന്നതെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. യുവാക്കളിലാണ് രാജ്യത്തിൻ്റെ ഭാവിയെന്നും വിദ്യാഭ്യാസത്തിലൂടെ ലോകത്തിനു മുമ്പിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ യുവാക്കൾക്ക് കഴിയണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ യാത്രയെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഗൗരവകരമെന്നും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നും സുപ്രീം കോടതി. ഇതുവരെ രാജ്യത്ത് നടന്നത് 3000 കോടി രൂപയുടെ തട്ടിപ്പാണെന്നും ഇതിനെതിരെ കർശന നടപടി വേണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയോട് സാവകാശം തേടി. ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ സ്വമേധയാ എടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ദുബായിൽ ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ ഒരുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള സമ്മാന പദ്ധതികളുമായി ദുബായ് മുനിസിപ്പാലിറ്റി. സാമൂഹ്യ വർഷാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി. 3 ലക്ഷം ദിർഹമാണ് ആകെ സമ്മാന തുകയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച പൂന്തോട്ടം ഒരുക്കുന്ന 10 പേർക്കായി സമ്മാനത്തുക വീതിച്ചു നൽകും. താമസക്കാരെ അവരുടെ സ്വകാര്യ ഉദ്യാനങ്ങളെ പരിസ്ഥിതി സൗഹൃദപരമായ ഹരിത ഇടങ്ങളാക്കി മാറ്റാനും സുസ്ഥിര പ്രോത്സാഹിപ്പിക്കാനും ആധുനിക ലാൻഡ്സ്കേപ്പിംഗ് രീതികൾ പരിശീലിപ്പിക്കാനുമായാണ് സമ്മാന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരത്തിലെ ഹരിത ഇടങ്ങൾ വികസിപ്പിക്കുന്നതിനും പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനും സുസ്ഥിര കാർഷിക രീതികൾ താമസക്കാരെ ബോധ്യപ്പെടുത്തുവാനുമുള്ള ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. ഡിസംബർ 21 അവസാന തീയതി. UAE പതാക ദിനം ആഘോഷിച്ചു. രാജ്യമെമ്പാടും സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും രാവിലെ 11 മണിക്ക് ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബി ഖ്വാസർ അൽ ഹസനിൽ ദേശീയ പതാക ഉയർത്തി. സേവനത്തിൽ നിന്നും വിരമിച്ച സ്വദേശികളായ സൈനിക ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. UAEയുടെ വികസനത്തിന് സംഭാവന നൽകിയ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എമിറാത്തുകളുടെ തലമുറകൾ രാഷ്ട്രത്തോട് കാണിച്ച വിശ്വസ്തതയും സമർപ്പണവും പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ ഗേറ്റ് ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി. ദുബായിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 100-ലേറെ കുട്ടികളും ചടങ്ങിന്റെ ഭാഗമായി. ദേശീയ പതാക രാജ്യത്തിന്റെ അഭിമാനത്തെയും അന്തസ്സിനെയും പുരോഗതിയെയും പ്രതിനിധീകരിക്കുന്നുവെന്നും പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വികസനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പതാക ദിനാഘോഷത്തിൽ പങ്കാളികളായി. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ RTA ഡയറക്ടർ ജനറൽ മതർ അൽ തയ്യാർ ദേശീയ പതാക ഉയർത്തി. അബുദാബിയിലെ ലുലു ആസ്ഥാനത്ത് ചെയർമാൻ MA യൂസഫ് അലി UAE ദേശീയ പതാക ഉയർത്തി പതാക ദിനാഘോഷത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിൽ റെഡ് ക്രസന്റ് ചിഹ്നവും പേരും സമാനമായ അടയാളങ്ങളും ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് മുന്നറിയിപ്പ്. ഇത് ലംഘിക്കുന്നവർക്ക് 1 വർഷം വരെ തടവും 10 ലക്ഷം റിയാലിൽ കുറയാത്ത പിഴയും ചുമത്തുമെന്നും സൗദി ആരോഗ്യ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് റെഡ് ക്രസന്റ് ചിഹ്നവും പേരും സമാനമായ അടയാളങ്ങളും ഉപയോഗിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളോട് സൗദി ആരോഗ്യ കൗൺസിൽ ആവശ്യപ്പെട്ടു. കുവൈറ്റിൽ സ്വർണം, വില കൂടിയ ആഭരണ കല്ലുകൾ, മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയുടെ നേരിട്ടുള്ള പണമിടപാട് വഴിയുള്ള വിൽപ്പന നിരോധിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ഈ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഡിജിറ്റൽ പണമിടപാട് വഴി മാത്രമായി പരിമിതപ്പെടുത്തി. ചില വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് പണമിടപാട് വഴിയുള്ള വിൽപ്പന നിരോധിച്ചുകൊണ്ട് 2025 മന്ത്രിതല തീരുമാനപ്രകാരമാണ് നടപടി. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച നോൺ ക്യാഷ് പേയ്മെൻറ്റ് രീതി പ്രകാരം നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ എല്ലാ ഇടപാടുകളും നടത്തുവാൻ പാടുള്ളൂ എന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം ഊന്നി പറഞ്ഞു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടൽ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ തൊഴിലാളികളുടെ ജോലി സമയം, വിശ്രമ സമയം, പ്രതിവാര അവധി, പൊതു അവധി എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാനവശേഷി സമിതിയുടെ അംഗീകൃത ഇലക്ട്രോണിക് സംവിധാനമായ ആസ്റ്റൽ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ഇത്തരത്തിൽ നൽകുന്ന വിവരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അവ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുകയും വേണമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. ഓരോ സ്ഥാപനങ്ങളും അതോറിറ്റിയുടെ ഇലക്ട്രോണിക് സംവിധാനത്തിൽ നൽകിയ ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി പരിശോധന ഉദ്യോഗസ്ഥർ ഇവ ഔദ്യോഗിക റഫറൻസായി കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. തൊഴിലുടമകൾ ഇവ പ്രിന്റ് ചെയ്ത് ജോലിസ്ഥലത്ത് ദൃശ്യമാകുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമായിരിക്കും. തീരുമാനത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകളുടെ ഫയലുകൾ പൂർണ്ണമായോ ഭാഗികമായോ താൽക്കാലികമായോ നിർത്തിവയ്ക്കുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സ്തനാർബുദ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ ക്യാമ്പും ബോധവൽക്കരണ സെക്ഷനും സംഘടിപ്പിച്ചു. ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി റിയാദിലെ സ്വകാര്യ ക്ലിനിക്കിൻ്റെ സഹകരണത്തോടെ 2 ദിവസങ്ങളിലായിട്ടാണ് റിയാദ് വില്ലാജിയോ മാളിലെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഔട്ട്ലെറ്റിന് മുമ്പിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ മോനാലിസ
ഗോലിംഗൻ ക്യാമ്പിന് നേതൃത്വം നൽകി. സോന ഗ്രൂപ്പ് കൺട്രി ഹെഡ് ശ്രീജിത്ത് ശ്രീധർ, മാർക്കറ്റിംഗ് ഹെഡ് ഷീബ മജീദ്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഷാഫി ഷഹാബുദ്ദീൻ, നിഹാൽ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സോന ഗോൾഡ് 50 പേർക്ക് വനിതാ വെൽനസ് പാക്കേജ് സൗജന്യമായി സ്പോൺസർ ചെയ്തു. അബുദാബിയിലെ താമസ മേഖലകളിൽ ക്വാഡ് ബൈക്കുകൾ ഓടിക്കുന്നത് നിരോധിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 50,000 ദിർഹം പിഴ ചുമത്തുന്നതിനൊപ്പം വാഹനം കണ്ടുകെട്ടുമെന്നും അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ പ്രശ്നങ്ങളും അപകട സാധ്യതയും മുന്നിൽ കണ്ടാണ് നിരോധനം. കുട്ടികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ രക്ഷിതാക്കൾക്കോ വാഹന ഉടമയ്ക്കോ എതിരെയാകും നിയമ നടപടികൾ സ്വീകരിക്കുക. ഹെൽമറ്റ്, ഗ്ലൗസ് തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് ലൈസൻസ് ഉള്ള 16 വയസ്സിന് മുകളിലുള്ളവർക്ക് അനുവദീയ മേഖലകളിൽ മാത്രമേ ഇനി മുതൽ ക്വാഡ് ബൈക്കുകൾ ഓടിക്കാൻ അനുവാദമുള്ളൂ. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസ് പൊതുജനങ്ങളെ അറിയിച്ചു. കുവൈറ്റ് ട്രേഡ് യൂണിയൻ ഫെഡറേഷനും എക്സ്പാട്രിയേറ്റ് ലേബർ ഓഫീസുമായി സഹകരിച്ച് ഇന്ത്യക്കാർക്കായി ലേബർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മൈതാൻ ഹവലിയിലെ KTUF ആസ്ഥാനത്ത് നടത്തിയ വർക്ക്ഷോപ്പ് ജനറൽ സെക്രട്ടറി നാസർ അൽ അസ്മി ഉദ്ഘാടനം ചെയ്തു. അനിൽ P. അലക്സ് സ്വാഗതം ആശംസിച്ചു. മുഹമ്മദ് അൽ അറാദ സ്വകാര്യ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ, തൊഴിൽ കരാർ, ജോലിയിടങ്ങളിലെ സ്ത്രീ സുരക്ഷ, അപകടം, സമയക്രമം തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി വിവരിച്ചു. കുവൈറ്റിലുള്ള വിവിധ രാജ്യങ്ങളിലെ ജീവനക്കാരെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വർക്ക്ഷോപ്പ്. സൗദി അറേബ്യയിലേക്ക് വരുന്നതോ പോകുന്നതോ ആയ യാത്രക്കാർക്ക് നിയന്ത്രിത മരുന്നുകൾ കൈവശം വയ്ക്കുന്നതിന് അനുമതി തേടണമെന്ന് നിഷ്കർഷിക്കുന്ന തീരുമാനം രാജ്യത്ത് നടപ്പിലായി. നാർക്കോട്ടിക് വസ്തുക്കൾ അടങ്ങിയതോ മാനസികാവസ്ഥയെ ബാധിക്കുന്ന സൈക്കോട്രോപിക് വസ്തുക്കളോ അടങ്ങിയ ഏതെങ്കിലും മരുന്നുകളുടെ ഇറക്കുമതി നിരോധിക്കുന്നതാണ് തീരുമാനം. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രാദേശിക നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി നിയന്ത്രിത മരുന്നുകൾ കൊണ്ടുവരുന്നതിന് നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപടി. കുട്ടികൾക്ക് ശ്വാസമുട്ടൽ സാധ്യതയുണ്ടാക്കുന്ന തരത്തിലുള്ള നിർമ്മാണ തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രശസ്ത കളിപ്പാട്ടമായ ലുബുബു തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ട് കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം. ടോയ് 3378 മോഡൽ കളിപ്പാട്ടമാണ് മന്ത്രാലയം വിപണിയിൽ നിന്നും നീക്കം ചെയ്യുന്നത്. കളിപ്പാട്ടത്തിൻ്റെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ വേർപെട്ട് പോരാൻ സാധ്യതയുണ്ടെന്നും ഇത് ചെറിയ കുട്ടികൾക്ക് ശ്വാസമുട്ടൽ പോലെയുള്ള ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം മാതാപിതാക്കളും രക്ഷിതാക്കളും ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഉടൻ നിർത്തുകയും കുട്ടികൾക്ക് ലഭ്യമല്ലാത്ത സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും വേണമെന്നാണ് നിർദ്ദേശം. ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ ജയന്തി ദിനവും ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ആചരിച്ചു. ഷറഫിയ OICC ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടി റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി പ്രിൻസാദ് കോഴിക്കോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ ചുള്ളിയോട് അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ പത്തനംതിട്ട, സൈഫുദ്ദീൻ വാഴയിൽ, കമാൽ കളപ്പാടൻ എന്നിവർ സംസാരിച്ചു. പ്രവാസി കൂട്ടായ്മയായ യുണൈറ്റഡ് പന്തളം അസോസിയേഷൻ പന്തളം ഓണം 2025 എന്ന പേരിൽ കരാമയിലെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വർണ്ണാഭമായ പരിപാടികളോടെ നടന്ന ആഘോഷം പന്തളം പ്രവാസികൾക്ക് നാട്ടിലെ ഓണത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിച്ചു. മേജർ ഡോക്ടർ ഉമർ മുഹമ്മദ് അൽ മഷൂറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. UPA ചെയർമാൻ ഹാക്കിം വാഴക്കാലിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മാപ്പിള കലാ അക്കാദമി ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് ബഷീർ ബെലോ, ചലച്ചിത്ര താരം സാൻഡ്ര തോമസ്, UPA വൈസ് പ്രസിഡന്റ് ചാർലി എന്നിവർ ആശംസകൾ നേർന്നു. സൗദിയിലെ ബുറൈദയിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചു. സീൽ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സൗദിയിലെ ബുറൈദയിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ബുറൈദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ അൽ ഖസീമിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയ മേധാവി ബന്ദർ വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രദർശനം മികവുറ്റതായിരുന്നു. എഞ്ചിനീയറിംഗിന്റെ വളർച്ച, ബഹിരാകാശ വിസ്മയലോകം തുടങ്ങി വിവിധ ഭാഷകളിൽ പ്രൊജക്ടുകൾ പ്രദർശിപ്പിച്ചു. വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണവും തനതു വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള കലാപ്രദർശനവും ചടങ്ങിന് കൊഴുപ്പേകി. 770 വിദ്യാർത്ഥികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. സുൽഫിക്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 6.3 തീവ്രത രേഖപ്പെടുത്തിയതായി US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. ഹിന്ദുക്കുഷ് മേഖലയിലെ മസാർ ഇ ഷെരീഫ് നഗരത്തിനടുത്തുള്ള
ഖോമിലാണ് ഭൂകമ്പമുണ്ടായത്. 20ഓളം പേർ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മസാറി ഷെരീഫിൽ വീടുകൾ തകർന്നു വീഴുമെന്ന് ഭയന്ന് നിരവധി ആളുകൾ അർദ്ധരാത്രിയിൽ വീടിന് പുറത്തേക്ക് ഓടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അയൽ രാജ്യങ്ങളായ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്ക്മിനിസ്ഥാൻ എന്നിവിടങ്ങളിലായി പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി വലിയ ഭൂകമ്പങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. കായിക വാർത്തകൾ നോക്കാം. വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും പാരിതോഷികം പ്രഖ്യാപിച്ച BCCI. 51 കോടി രൂപയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ലഭിക്കുക. BCCI സെക്രട്ടറി ദേവജിത്ത് സായ്കിയ ആണ് സമ്മാനത്തുക പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ താരങ്ങൾക്ക് പുറമെ പരിശീലക സംഘം, സപ്പോർട്ട് സ്റ്റാഫ് എന്നിവർക്കും ഈ തുക വീതിച്ചു നൽകും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് YouTube കാണുക.